തമിഴ്നാട്ടിലെ എല്ലാ ഔദ്യോഗിക പരിപാടികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തമിഴ് തായ് വാഴ്ത്ത് ആലപിക്കുന്നത് നിർബന്ധമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കുകയും അത് നിയമസഭ അംഗീകരിക്കുകയും ചെയ്തു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തമിഴ്നാട് സർക്കാരിന്റെ നിർണായക നീക്കമുണ്ടായത്. തമിഴ് തായ് വാഴ്ത്തിനെ ഒരു കാരണവശാലും മാറ്റി നിർത്താൻ അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് സർക്കാരിന്റെ ഈ പ്രമേയം നൽകുന്നത്. വന്ദേ മാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നൽകിയ നിർദ്ദേശങ്ങൾക്കെതിരായ സംസ്ഥാനത്തിന്റെ പ്രതിരോധമാണ് ഈ നീക്കം. കേരളത്തിന് സ്വന്തം സംസ്ഥാന ഗീതം കൊണ്ടുവരാനുള്ള നീക്കം പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ തുടങ്ങിയതാണ് എങ്കിലും ഇതുവരെ അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ വിഷയമാണ് ഇന്ന് സ്പോട്ട്ലൈറ്റും പരിശോധിക്കുന്നത്. തമിഴ് തായ് വാഴ്ത്ത് വന്ദേ മാതര പ്രതിരോധമോ? വന്ദേ മാതരം മുഴുവനായി പാടുമെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ കേരളത്തിൽ അസന്നിഗ്ധമായി മാധ്യമങ്ങളോട് പ്രസ്താവിച്ച അതേസമയം തന്നെയാണ് തമിഴ്നാട് നിയമസഭയിൽ മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് എല്ലാ ഔദ്യോഗിക പരിപാടികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തമിഴ് തായ് വാഴ്ത്ത് ആലപിക്കുന്നത് നിർബന്ധമാക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ചത്. ലോക സംസ്കാരത്തിൽ തന്നെ ഏറ്റവും പ്രൗഢമായ ഒന്നാണ് തമിഴ് സംസ്കാരമെന്നും പ്രമേയത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞു. ചടങ്ങുകളുടെ തുടക്കത്തിൽ തമിഴ് തായ് വാഴ്ത്ത് ആലപിക്കണമെന്ന് ആദ്യമായി നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നത് DMK സർക്കാർ ആയിരുന്നുവെന്ന് DMK പ്രതിനിധീകരിച്ച് സംസാരിച്ച ഗോവി ചെഴിയൻ പറഞ്ഞു. തമിഴിന്റെ കാര്യം വരുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ സംസാരിക്കണമെന്നായിരുന്നു AIADMK പ്രതിനിധീകരിച്ച് സംസാരിച്ച എടപ്പാടി പളനിസ്വാമിയും പറഞ്ഞത്. മുഖ്യമന്ത്രി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉൾപ്പെടെ സംസ്ഥാനത്ത് അടുത്തിടെ നടന്ന പല ചടങ്ങുകളിലും വന്ദേ മാതരത്തിനും ദേശീയ ഗാനത്തിനും ശേഷമായിരുന്നു തമിഴ് വാഴ്ത്തുപാട്ട് ആലപിച്ചത്. അടുത്തിടയിൽ മനോന്മണിയം സുന്ദരനാർ സർവകലാശാലയിൽ നടന്ന ഗ്രാജുവേഷൻ സെറമണിയിൽ തമിഴ് തായ് വാഴ്ത്തിനെ 3ാം സ്ഥാനത്തേക്ക് മാറ്റിയ നടപടി വലിയ വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇതിനെതിരെ സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തു വരികയും ചെയ്തതാണ്. ഇതിനൊക്കെ പിന്നാലെയാണ് 2026 ജൂലൈ മാസം 9-ന് സംസ്ഥാന ഗാനം ആലപിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശമെത്തിയത്. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്താണ് തമിഴ് ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പ്രാധാന്യം ഉയർത്തിപ്പിടിക്കാൻ സർക്കാർ പുതിയ പ്രമേയം കൊണ്ടുവന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്ദേ മാതരം സംബന്ധിച്ച പുതിയ നിർദ്ദേശങ്ങൾ സംസ്ഥാനത്തിന്റെ അവകാശങ്ങളിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന വികാരമാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുള്ളത്. സ്റ്റാലിൻ മുഖ്യമന്ത്രിയായിരിക്കെ നിയമസഭാ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ ദേശീയ ഗാനത്തിന് പകരം തമിഴ്നാടിന്റെ സംസ്ഥാന ഗീതമായ തമിഴ് തായ് വാഴ്ത്ത് പാടിയതിനെ തുടർന്ന് നയപ്രഖ്യാപന പ്രസംഗം നടത്താതെ അന്നത്തെ ഗവർണർ RN രവി നിയമസഭ വിട്ടിറങ്ങിയത് വലിയ വിവാദമായതാണ്. ഗവർണർ പോയതോടെ സ്പീക്കർ നയപ്രഖ്യാപനം നടത്തി. പിന്നാലെ പരസ്പരം പഴിചാരലുമായി എത്തിയ ഗവർണറും DMKയും സമൂഹ മാധ്യമങ്ങളിലെ ചൂടേറിയ ചർച്ചയായിരുന്നു. ഇന്ത്യയുടെ ഭൂമിയിലെ സ്ഥാനവും അതിന്റെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ദ്രാവിഡ നാടിനെയും വാഴ്ത്തിക്കൊണ്ടുള്ളതാണ് തമിഴ് തായ് വാഴ്ത്ത്. കടലാൽ ചുറ്റപ്പെട്ട ഭൂമിയുടെ സുന്ദരമായ മുഖമാണ് ഭാരതം എന്നാണ് ആദ്യ വരികളിലുള്ളത്. ഭാരതത്തിന്റെ തെക്കുഭാഗം, പ്രത്യേകിച്ച് ദ്രാവിഡ നാട്, രാജ്യത്തിന്റെ അഴകുള്ള നെറ്റിയിലണിഞ്ഞ സുഗന്ധമുള്ള തിലകമാണ്. തിലകത്തിന്റെ സുഗന്ധം പോലെ ലോകമെങ്ങും ആനന്ദം പകർന്ന് എല്ലാ ദിശകളിലും പ്രശസ്തി പരത്തി നിൽക്കുകയാണ് തമിഴ്നാട്. നിന്റെ എന്നും നിലനിൽക്കുന്ന യുവത്വത്തിലും മഹത്വത്തിലും അത്ഭുതം കൂറി ഞങ്ങളെ തന്നെ മറന്ന് നിന്നെ വന്ദിക്കുന്നു എന്ന വരികളോടെയാണ് ഈ ഗാനം അവസാനിക്കുന്നത്. ആലപ്പുഴ സ്വദേശിയായ സുന്ദരം പിള്ളയായിരുന്നു തമിഴ് തായ് വാഴ്ത്ത് എഴുതിയത്. തിരുവിതാംകൂറിലെ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ ട്യൂട്ടറായിരുന്നു അദ്ദേഹം. തിരുനെൽവേലിയിലെ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്താണ് 4500 വരികളുള്ള മനോന്മണിയം തമിഴ് കാവ്യ നാടകം എഴുതിയത്. ഇതോടെ തമിഴ്നാട്ടുകാർ അദ്ദേഹത്തെ മനോന്മണിയം സുന്ദരം പിള്ള എന്ന് വിളിക്കാൻ തുടങ്ങി. 1876 മുതൽ 21 വർഷം തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ, അതായത് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഫിലോസഫി പ്രൊഫസറായിരുന്നു സുന്ദരം പിള്ള. ജോലി ചെയ്ത തിരുനെൽവേലിയിലെ കോളേജ് പിന്നീട് സർവകലാശാലയായി മാറിയപ്പോൾ മനോന്മണിയം സുന്ദരനാർ യൂണിവേഴ്സിറ്റി എന്ന പേര് നൽകിയാണ് തമിഴ്നാട് സർക്കാർ അവരുടെ ആദരം അറിയിച്ചത്. തിരുക്കൊച്ചി മന്ത്രിസഭാംഗവും മുൻ MP-യുമായ PS നടരാജ പിള്ള ഇദ്ദേഹത്തിന്റെ മകനുമാണ്. 1969 മദ്രാസ് സംസ്ഥാനത്തെ തമിഴ്നാടായി പുനർനാമകരണം ചെയ്തതിനു പിന്നാലെയാണ് മനോന്മണിയം P സുന്ദരം പിള്ള രചിച്ച MS വിശ്വനാഥൻ ഈണം പകർന്ന തമിഴ് തായ് വാഴ്ത്തിന് പ്രാമുഖ്യം ലഭിച്ചത്. 1970 നവംബർ മാസം 23-ന് ഔദ്യോഗിക ചടങ്ങുകളുടെ തുടക്കത്തിൽ തമിഴ് തായ് വാഴ്ത്ത് ആലപിക്കണമെന്ന് അന്നത്തെ മുഖ്യമന്ത്രി MK കരുണാനിധി ഉത്തരവിറക്കുകയുണ്ടായി.
ചടങ്ങുകളുടെ അവസാനം ദേശീയഗാനം ആലപിക്കണമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നു. ഇതിനെ തുടർച്ചയായാണ് 2021 സംസ്ഥാന ഗീതം എന്ന പദവിയിലേക്ക് സ്റ്റാലിൻ സർക്കാർ ഈ ഗാനത്തെ ഉയർത്തിയത്. 2021 ഡിസംബറിൽ തമിഴ് തായ് വാഴ്ത്ത് ദേശീയ ഗാനമല്ലെന്നും എഴുന്നേറ്റു നിൽക്കണമെന്ന ഉത്തരവില്ലെന്നുമുള്ള മദ്രാസ് ഹൈക്കോടതിയുടെ പരാമർശത്തിന് പിന്നാലെയാണ് DMK സർക്കാർ തമിഴ് തായ് വാഴ്ത്ത് സംസ്ഥാന ഗാനമായി പ്രഖ്യാപിച്ചത്. 2018 നടന്ന ഒരു ചടങ്ങിൽ കാഞ്ചി മഠാധിപതി വിജയേന്ദ്ര സരസ്വതി തമിഴ് തായ് വാഴ്ത്ത് ആലപിച്ചപ്പോൾ എഴുന്നേറ്റു നിന്നില്ല എന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസ് റദ്ദാക്കിക്കൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിലെ ജസ്റ്റിസ് GR സ്വാമിനാഥൻ ഈ പരാമർശം നടത്തിയത്. വന്ദേ മാതരം നിർബന്ധമായും പാടണമെന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രധാന അജണ്ടയാണ്. എന്നാൽ സംസ്ഥാന സർക്കാരുകൾക്ക് തങ്ങളുടെ സ്വന്തം പരിപാടികളിൽ നിന്നും ഇതിനെ നിയമപരമായി തന്നെ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അയൽ സംസ്ഥാനമായ തമിഴ്നാട് പ്രായോഗികമായി നടപ്പിലാക്കിയ ഈ തന്ത്രം കേരളവും മനസ്സിലാക്കേണ്ടതുണ്ട്. ഭരണഘടന നൽകുന്ന അധികാരങ്ങൾ ഉപയോഗിച്ച് ഒരു സംസ്ഥാനത്തിന് സ്വന്തമായി ഒരു ഔദ്യോഗിക ഗാനം തീരുമാനിക്കാവുന്നതാണ്. സംസ്ഥാനത്തെ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിയമസഭയിലും സർക്കാർ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന ഔദ്യോഗിക ചടങ്ങുകളിലും ഈ ഗാനം ആലപിക്കുന്നത് നിയമം മൂലം നിർബന്ധമാക്കാൻ സംസ്ഥാന സർക്കാരിന് പൂർണ്ണ അധികാരമുണ്ട്. ഈ അധികാരങ്ങൾ കൃത്യമായും ഉപയോഗിച്ചാണ് തമിഴ്നാട് സർക്കാർ തമിഴ് തായ് വാഴ്ത്ത് എന്ന ഗാനത്തെ അവരുടെ ഔദ്യോഗിക സംസ്ഥാന ഗാനമായി പ്രഖ്യാപിച്ചത്. തമിഴ്നാടിനെ കൂടാതെ കർണാടക, ഒഡീഷ, തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളും തങ്ങളുടെ തനതായ ഗാനങ്ങളെ സംസ്ഥാന ഗാനമായി ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്, ആലപിക്കുന്നുണ്ട്. കേരളത്തിനും സ്വന്തമായി ഒരു സംസ്ഥാന ഗീതം രൂപീകരിച്ച് നടപ്പാക്കാൻ നമ്മുടെ ഭരണഘടന പൂർണ്ണമായ അധികാരം നൽകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പശ്ചാത്തലത്തിലാണ് സാംസ്കാരിക തനിമയുള്ള ഔദ്യോഗിക സംസ്ഥാന ഗാനം വേണം എന്നൊരാവശ്യവും പ്രസക്തമായി നിലനിൽക്കുന്നത്. 2023 കേരളത്തിന് ഔദ്യോഗിക ഗാനം കണ്ടെത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെയും കേരള സാഹിത്യ അക്കാദമിയുടെയും നീക്കം വൻ വിവാദത്തിലായിരുന്നു കലാശിച്ചത്. വർഷങ്ങൾക്ക് മുൻപേ ഔദ്യോഗിക സാംസ്കാരിക ഗാനമായി അംഗീകരിച്ച ബോധേശ്വരന്റെ ജയ ജയ കോമള കേരള ധരണി എന്ന ഗാനത്തെ മറന്നായിരുന്നു പുതിയ കേരള ഗാനം തയ്യാറാക്കാനുള്ള നീക്കം നടന്നത്. കേരള സാഹിത്യ അക്കാദമി ശ്രീകുമാരൻ തമ്പിയെ കേരള ഗാനം എഴുതാൻ ഔദ്യോഗികമായി ചുമതലപ്പെടുത്തുകയും അദ്ദേഹം ഗാനം എഴുതി നൽകുകയും ചെയ്തു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും അക്കാദമിയിൽ നിന്നും തുടർ പ്രതികരണം ഒന്നും ഉണ്ടായില്ല. അദ്ദേഹം രചിച്ചു നൽകിയ ഗാനം അദ്ദേഹത്തെ അറിയിക്കാതെ തന്നെ അക്കാദമി സമിതി തള്ളിക്കളയുകയും മറ്റൊരു യുവ കവിയെ കൊണ്ട് പാട്ടെഴുതിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മാധ്യമങ്ങളിലൂടെ ഈ വിവരമറിഞ്ഞ ശ്രീകുമാരൻ തമ്പി പരസ്യമായി തന്നെ രംഗത്തെത്തിയതോടെ പുതിയ ഗാനം കണ്ടെത്താനുള്ള പ്രക്രിയ പൂർണ്ണമായും സ്തംഭിച്ചു. 1938 അഖണ്ഡ കേരളം ലക്ഷ്യമാക്കി സ്വാതന്ത്ര്യ സമര സേനാനിയായ ബോധേശ്വരൻ രചിച്ച ഗാനമാണ് ജയ ജയ കോമള കേരള ധരണി. ഐക്യ കേരള പിറവിക്കു ശേഷമുള്ള ആദ്യ നിയമസഭാ യോഗത്തിലാണ് ഈ ഗാനം ആദ്യമായി ആലപിച്ചത്. 2014 ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ ഈ ഗാനത്തെ കേരളത്തിന്റെ ഔദ്യോഗിക സാംസ്കാരിക ഗാനമായി പ്രഖ്യാപിച്ചു. ചരിത്ര പ്രാധാന്യമുള്ള ഈ ഗാനം നിലനിൽക്കെയാണ് പുതിയ ഗാനത്തിനായി കഴിഞ്ഞ സർക്കാർ ശ്രമം നടത്തിയത്. വന്ദേ മാതരം നിർബന്ധമാക്കാനുള്ള കേന്ദ്ര നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ബോധേശ്വരന്റെ ഗാനത്തിന് ഔദ്യോഗിക പദവി നൽകി കേന്ദ്ര നീക്കങ്ങളെ തടയാനുള്ള നടപടി ഇനിയും സ്വീകരിക്കാവുന്നതേയുള്ളൂ. ഈ നിരീക്ഷണത്തോടു കൂടി സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും ഇതേ സമയം. നമസ്കാരം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.